ഇലക്ഷൻ ചൂട് പിടിച്ച് നിൽക്കുകയാണല്ലോ. ഇപ്പോൾ നിലവിൽ ഈ മണ്ഡലത്തിൽ ആർക്കാണ് ട്രെൻഡ് അനുസരിച്ച് കൂടുതൽ സാധ്യതയുള്ളത്? ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 ഈക്വലേഷനാണ്. എങ്കിലും കുറച്ച് ഒരു 25% NMR തന്നെയാണ്. NMR എന്ന് പറയുമ്പോൾ ഭരണനേട്ടത്തിൻ്റെ പിൻബലത്തോടു കൂടി വിജയിക്കാൻ സാധ്യതയുള്ളൊരു കാൻഡിഡേറ്റ്സാണ്. ഇത്തവണ വന്നിട്ട് ശോഭ സുരേന്ദ്രൻ അവർ തന്നെയായിരിക്കും ജയിക്കുന്നത്. കൂടുതലായിട്ട് ജയിക്കാനുള്ളത് ശോഭ ചേച്ചി തന്നെയാണ്, അതിലൊരു സംശയം വേണ്ട. ഇവിടെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് പിഷാരടിക്കപ്പുറം UDF വലിയ ഭൂരിപക്ഷത്തിൽ പാലക്കാട് മണ്ഡലത്തിൽ ജയിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞാൻ കോൺഗ്രസിന് വേണ്ടിയിട്ട് 25-30 കൊല്ലമായിട്ട് വർക്ക് ചെയ്തതാണ്. എൻ്റെ കുടുംബ പാരമ്പര്യമായിട്ട് കോൺഗ്രസ്സാണ്. ഇപ്രാവശ്യം എന്തായാലും സംശയിച്ചില്ല. രമേശ് പിഷാരടി പോലൊരു പുതുമുഖത്തെ ഇറക്കി കോൺഗ്രസ് വിജയം നിലനിർത്തും എന്നാണ് ഒരു ട്രെൻഡ്. പക്ഷേ അതുപോലെ തന്നെ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് നഗരസഭ. കഴിഞ്ഞ 2 ടേമിലധികമായി BJP ഭരിക്കുന്നൊരു നഗരസഭയാണ് ഇവിടെ. അവർക്കും വ്യക്തമായ വോട്ടുകൾ ലഭിക്കുമെന്ന വിശ്വാസം ഉണ്ട്. ഇതുപോലെ 3-ാം സ്ഥാനത്തുള്ള ആൾ 1-ാം സ്ഥാനത്ത് എത്താനുള്ള ചാൻസ് ഉണ്ട്. അതിന് വോട്ടിൻ്റെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ അതായത് NMR റസാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. BJP ജയിച്ചു കഴിഞ്ഞാൽ പാലക്കാടിന് നല്ലൊരു മാറ്റം ഉണ്ടാവും. നല്ല മുഖച്ഛായ തന്നെ മാറും. നല്ല ഭരണം വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. പാലക്കാട്ടിലത്തെ പിഷാരടിയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ രണ്ടാമത് ശോഭാ സുരേന്ദ്രൻ സാധ്യതയുള്ളത്. ഏതായാലും ലേഡീസ് കാൻഡിഡേറ്റ് എന്നുള്ളതിൽ ലേഡീസ് കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ശോഭാ സുരേന്ദ്രന്. പിന്നെ അവർ നല്ല ആക്റ്റീവ് വർക്കറാണ്, അവർക്ക് കഴിവുള്ള സ്ത്രീയാണ്. അതുകൊണ്ട് നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് അവർ വരണം എന്നുള്ളത്. വികസനം കൊണ്ടുവരാൻ ശോഭാ സുരേന്ദ്രനെ സാധിക്കുള്ളൂ. ചേച്ചി തന്നെ ജയിക്കുള്ളൂ, അതിലൊരു സംശയമില്ല. ചേച്ചി തന്നെ വരും, ശോഭ ചേച്ചി തന്നെ വരും.